ഞാൻ രണ്ടാമത് വിവാഹം കഴിച്ച ആളല്ലേ. അപ്പം ഞാൻ അവരെയും വിളിച്ചുകൊണ്ട് ഞാൻ വന്ന സമയത്ത് ആ 2 കുഞ്ഞുങ്ങളുണ്ട്, ഇവളുണ്ട്, എന്ത് ചെയ്യണമെന്നുള്ളത് പെട്ടെന്ന് ഈ സാധനമൊക്കെ അങ്ങ് സ്പ്രെഡായി. ലാസ്റ്റ് വഴിയാണേ ഞാൻ മരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഈ കുഞ്ഞുങ്ങളെയും വന്ന് ഞങ്ങൾക്ക് മരിക്കാം. അന്ന് എല്ലാം സെറ്റ്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഒരാളെങ്കിലും എന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞത്. കാരണം ഇത്രയും കൂട്ടും കൂടി നടന്ന ഒരാളല്ലേ. എൻ്റെ സമൂഹത്തിൽ, എൻ്റെ കുടുംബത്തിൽ എല്ലാവരും ഇല്ലേ. പെട്ടെന്ന് എനിക്കിങ്ങനൊരു സാധനം വന്നപ്പോൾ ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്കൊരു കോൾ വന്നു. എനിക്കത് കോഴിക്കോടുള്ള ഒരു പെണ്ണ് എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ജിനിച്ചേട്ടൻ സങ്കടം പറഞ്ഞു. ജിനിച്ചേട്ടൻ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലേ, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുന്നത്, അതൊക്കെ അങ്ങനെ നടക്കും, സോഷ്യൽ മീഡിയ നിങ്ങൾ അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. ആ ഒരു സാധനം നമ്മളെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉണ്ട്. ഞങ്ങൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാനും എൻ്റെ വൈഫ് വീണാബയും കൂടെ ഞങ്ങൾ മാവേലിക്കരയെ വന്നിട്ടത്തേക്ക് വീണാബയുടെ വീടിൻ്റെ അടുത്തുള്ളൊരു കൊച്ചു വന്നിട്ട് എന്നെ ചോദിച്ചു, ചേച്ചി സത്യം പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഓർത്തത് നിങ്ങൾ ആത്മഹത്യ ചെയ്യുമായിരിക്കുന്ന ഓർത്തതെന്ന് പറഞ്ഞു. സത്യം ഇങ്ങനെ അടിച്ചു നിൽക്കുന്നതല്ല, അന്നേരമാണ് ഞാൻ പുറകോട്ട് ചിന്തിച്ചത്.